എല്ലാത്തിനും കിട്ടും. അന്നത്തെ കാലത്ത് കാർട്ടൂൺ നെറ്റ്വർക്കിൽ മെറ്റൽ മ്യൂസിക് ഇട്ട് ഇറക്കുന്നതാണ്. എന്നിട്ട് മറ്റേ റിവൈവ് ചെയ്തിട്ട് ഓപ്പണിംഗ് സോങ് എനിക്ക് ആ സമയത്തുള്ള ഇഷ്ടപ്പെട്ട സത്യം പറഞ്ഞാൽ ബ്ലീച്ചിലെ ഓപ്പണിംഗ് അത് പലവർ സ്കിപ്പ്. അത് എനിക്ക് അതില് ഓപ്പണിംഗ് അല്ല എൻഡിങ് ആണ് കുറച്ചുകൂടെ ഇഷ്ടം. മറ്റേ അതില് അരികാത്തോ പാർട്ടില്ലേ, അതിന് നല്ല വൈബാണ്. ഫസ്റ്റ് സീസൺസില് സോൾ സൊസൈറ്റി ആർക്കിലുള്ളതാണ്, എനിക്ക് നല്ല ഇഷ്ടമാണ്. ബ്ലീച്ച് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത് ഒരിഹിമേനൊക്കെ കണ്ടപ്പോഴാണ്. പക്ഷെ എനിക്ക് ഒരിഹിമയ്ക്ക് ഒരു ചെറിയ ലൂഫി വൈബ് ഉള്ള പോലെ തോന്നി. അതല്ല, സോൾ സൊസൈറ്റി ആർക്കില് ഇവൻ ഇഷിതപൂരിന്റെ അടുത്ത് ഇവൻ ഇത് ചെയ്യുമല്ലോ, 2 സോൾ റീപ്പേഴ്സിനെ പിടിച്ചിട്ട് അവരുടെ യൂണിഫോം പിടിച്ചു വാങ്ങിക്കും. എന്നിട്ട് യൂണിഫോം മാറ്റണം. ഒറിഹിമ അവിടെ നിന്നോണ്ട് മാറാൻ പോണ്. അപ്പോഴാണ് ഓ ശരിയാണ്, 2 ആണും പെണ്ണും അടുത്തടുത്ത് ചെയ്യാൻ പാടില്ല. എന്നിട്ട് ഫുൾ കവർ ചെയ്യും. ഇനി നീ ആ കവറിങ്ങിനകത്ത് പോയി ഡ്രസ് പറയുന്നത്. അത് പക്ഷെ ഒരു കോൺട്രഡിക്ഷൻ. കാരണം എന്താ അറിയോ, മാങ്കയ്ക്കകത്ത് ഒരിഹിമയുടെ ഇൻട്രോഡക്ഷൻ അല്ല ആനിമേക്കത്തുള്ള ഇൻട്രോഡക്ഷൻ. ഈ ആനിമേക്കത്തുള്ള ഇൻട്രോഡക്ഷനകത്ത് കാണിക്കുന്ന ഒരിഹിമെ ഇത് ചെയ്യുമ്പം അത് കോൺട്രഡിക്റ്റിങ്, നല്ല കോൺട്രഡിക്റ്റിംഗ് ആണ്. പക്ഷെ മാങ്കയിലുള്ള ഓപ്പണിംഗിൽ മാങ്കയിലുള്ള ഇൻട്രൊഡക്ഷൻ, ഒരിഹിമയുടെ ഇൻട്രൊഡക്ഷൻ, ആ ഒരിഹിമ ഇത് കാണിക്കുമ്പോൾ കറക്റ്റ് ആണ്. മറ്റേതില് എനിക്ക് ഒരിഹിമനെ കാണുമ്പോൾ അതാണ് എനിക്ക് ഓർമ്മ. അങ്ങനെയാണ് പക്ഷേ ആനിമയിൽ അങ്ങനെ കാണിച്ചത്, മാങ്കയിൽ അങ്ങനല്ല. മാങ്കയിൽ ഒരിഹിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഈ പറഞ്ഞ വക്ക് കൂട്ടിയ കേസാണ്, കിളിയാണ് മാങ്കയില്. അതിന്റെ വോയിസ് ആക്ടർ തന്നെ മിക്ക കിളിപോയ ക്യാരക്ടേഴ്സിനാണ് കൊടുക്കുന്നത്. അസുമാങ്ക ദൈവയില് മറ്റേ ഓസാക്ക, ഓ മൈ ഗാഡ്. അത് പിന്നെ തെക്കനില് ലീസ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്, ഒരു റോബോട്ട്. അതേപോലത്തെ ക്യാരക്ടേഴ്സ് എല്ലാം ഈ വക്ക് പോയ സാധനങ്ങൾക്ക് ഈ നടി വോയിസ് കൊടുക്കത്തുള്ളൂ. അങ്ങനത്തെയാണ്. എനിക്ക് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം. സോൾ സൊസൈറ്റി ആർക്കിൽ ഇവള് നല്ല ലൂഫി വൈബ് തരുമായിരുന്നു ഒരിഹിമെ. അല്ല, ഒരിക്കലും മെച്ചോർഡായിട്ട് കാണിക്കുന്ന സത്യം പറഞ്ഞാൽ ആദ്യം കാണിക്കുന്നത് ബ്ലഡ് വാർ ആർക്കിൽ ഇതിനകത്താണ്. ഏതാ 1000 ഇയറിനകത്താണ് സത്യം പറഞ്ഞാൽ മാങ്ക വായിച്ചപ്പോ എനിക്ക് തോന്നിയത്. എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ഫീമെയിൽ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്, മെയിൻ MC എന്ന് പറയുന്ന രീതിയിൽ ഒരിഹിമയെ കാണിക്കുന്നത് 1000 ഇയർ ബ്ലഡ് വാർ ആർക്കിന്റെ മാങ്ക സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ്. പിന്നെ ഉള്ളത് എന്ന് പറയുമ്പോൾ മറ്റേ ഇവിടെ വെച്ചിട്ട് ഏതാ ഫുൾ ബ്രിങ്ങറിലല്ല, ഫുൾ ബ്രിങ്ങർ കഴിഞ്ഞു മറ്റേ നമ്മൾ ഐസന്റെ മറ്റേ സ്ഥലം ഉണ്ടല്ലോ, ഹോക്കോമൊന്തോല, ആ ഒരു ആർക്കുണ്ടല്ലോ അവരോടൊപ്പം അവിടെ വെച്ചിട്ടും അവളുടെ സ്വഭാവം കുറച്ചുകൂടി നോർമൽ മെച്ചുവേർഡ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് ഫുൾ ബ്രിങ്ങർ ആർക്കിൽ നല്ല മെച്യൂരിറ്റി തോന്നിയിട്ടുണ്ട്. എന്താ പറയാ, അത് കേട്ടൊന്ന് പ്രണയിക്കാൻ തോന്നുന്നു. ലൈക്ക് അതാണ് എഴുത്ത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരാളെ ആ രീതിയിൽ സംസാരമാണ് ചെയ്യുന്നത്. അത് ശരിയാണ്. അങ്ങനത്തെ ഒരു പെണ്ണിനെ കിട്ടണമെന്ന് തോന്നിപ്പോവും. ആഗ്രഹിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്കൊരു ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ കണക്കാക്കിയിട്ടില്ല. ഞാൻ ഇങ്ങനെ കുറച്ചിങ്ങനെ അല്ല അങ്ങനെയല്ല, നമ്മൾ ഒരെണ്ണം ബെറ്റർ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഒരിക്കലും അങ്ങനെ എനിക്ക് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ നമുക്കുണ്ട് എനിക്ക് ആ ഒരു കാറ്റഗറി പോയാ ലൈക്ക് ജോജോ ഭയങ്കര ഇഷ്ടമുള്ള കാറ്റഗറി. പക്ഷെ അത് ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് മറ്റേ അളിയന്റെ മച്ചമ്പി ആയിരിക്കും. ജോജോ പീക്കാണ്. ഇങ്ങനെയുള്ള ശരിയല്ല. ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങുന്ന മാങ്ക ഏതായിരുന്നു? അല്ല, സ്റ്റീൽ ബോൾറൺ. അത് കഴിഞ്ഞ് 2 എണ്ണം വന്ന്. അതിനോട് എനിക്കൊരു എന്തോ ഒരു തുടങ്ങുന്നല്ലേ അതായിരിക്കും. ബാക്കിയെല്ലാം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട. ഈവൻ സ്റ്റോൺ ഓഷൻ ആയാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഉള്ള കാര്യം പറയാമല്ലോ. ഫീമെയിൽ MC ആണ്, നല്ലതാണ്, നല്ല MC ആണ്. അത് പലർക്കും യൂണിവേഴ്സ് റീസെറ്റ് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ്
എപ്പിക്ക. പാർട്ട് 3 വരെ എത്തിയിട്ടുണ്ട്. ഇത് രണ്ടും പിന്നെ ഞാൻ പാർട്ട് 4 വരെ അതാ. ഞാൻ ജോസുക്കേനെ വരെ കണ്ടതാ. ജോസ്കെ വൺ പീസ് ഒക്കെ ഓക്കെയാണ്. എന്താ ഇങ്ങനെ കാണാറുണ്ട്, ഇഷ്ടമാണ്. ലൈക്ക് കോമഡി കോമഡിയിലുള്ളതെന്ന് പറഞ്ഞാൽ ഇതും പിന്നെ വേറെ ഉണ്ടല്ലോ ഒരു ഗ്രാൻഡ് ബ്ലൂ, ഇത് രണ്ടുമാണ് കോമഡിയിൽ കോമഡി പറഞ്ഞ ഗ്രാൻഡ് ബ്ലൂ ആണ്. അതിന്റെ സീസൺ 2 സീസൺ ഇറങ്ങാൻ പോകണം. പിന്നെ അണ്ടർ റേറ്റഡ് ആണെന്ന് എനിക്ക് നന്നായിട്ട് എപ്പോഴെങ്കിലും പറയാം. നല്ല അണ്ടർ റേറ്റഡ് കാര്യം ഇപ്പോഴും പലരും ആദ്യത്തെ കുറച്ച് കണ്ടിന്യൂ അല്ല, അതാണ് പ്രശ്നം. എനിക്ക് പക്ഷെ 100 അത്ര പോകുന്നില്ല. അത് ഞാൻ പറയാം, എനിക്ക് കോൺട്രവേഴ്ഷ്യൽ ആയിരിക്കും, പക്ഷെ അത് കണ്ടിന്യൂയിങ് ആയിരുന്നെങ്കിൽ വൺ പീസിനെ വെല്ലുന്ന ഒരു മാങ്ക ആയാന. സ്റ്റോറി, വേൾഡ് ബിൽഡിംഗ്, പവർ സിസ്റ്റം. അതായത് ഞാൻ കുറെ അന്വേഷിച്ച് കണ്ടിട്ടുണ്ട്, അതിൽ വെച്ച് ഏറ്റവും നല്ല പവർ സിസ്റ്റം ഉള്ളത് പവർ സിസ്റ്റം ആണ് ഹണ്ടറില്ല. ബാക്കിയുള്ള പല ആനിമയൊക്കെ എസ്പെഷ്യലി ബ്ലീച്ചിനകത്താണ് ഏറ്റവും ഇഷ്ടമല്ലാത്ത, എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഇത് പവർ സിസ്റ്റം ഉള്ളത്. വൺ പീസിലതാണെങ്കിൽ വൺ പീസിൽ സത്യം പറഞ്ഞാൽ നല്ല പവർ സിസ്റ്റം ആണ് കമ്പയറിംഗ് ടു അതർ പല ആനിമകളും. ജോജോയിൽ എനിക്ക് സെക്കൻഡ് ഫേവറേറ്റ് വിഷയമാണ്. സെക്കൻഡ് ഫേവറേറ്റ് ജോജോയിൽ പ്രത്യേകത എന്താന്ന് വെച്ചാൽ യുണീക്ക് ആണ്. ഓരോരുത്തർക്കും അവരുടെ ക്യാരക്ടറിനനുസരിച്ചുള്ള ഒരു ഇന്നർ ഈഗോ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു അല്ലല്ല, അത് മാത്രമല്ല നമ്മൾ ചിന്തിക്കാത്ത രീതിയിലുള്ള പവറുകളാണ് പലർക്കും കൊടുക്കുന്നത്. അത് ശരിയാണ്. ഈ ഇച്ചിരി കൊച്ചു കുഞ്ഞിനായിരിക്കും കുഞ്ഞിന് അതിന്റെ സ്റ്റാൻസ് പറഞ്ഞാൽ തന്നെ ഒരു കുറെ ഉണ്ട്. ഓരോ സ്റ്റാൻസിന് എക്സ്പ്ലോർ. പണ്ടത്തെ സ്റ്റാൻസ് കുറെ ഉണ്ട്. പാർട്ട് 3 സ്റ്റാൻസ് തുടങ്ങുന്നത്. പാർട്ട് 3 സ്റ്റാൻസ് അത് തന്നെ. പാർട്ട് 3 സ്റ്റാൻസ് ബേസ് ചെയ്തിട്ടുള്ള മറ്റേ ടാറോ കാർഡില്ലേ, അതിനെ ബേസ് ചെയ്ത്. പാർട്ട് 4 തൊട്ടാണ് ഓരോ പാട്ടുകാര് അവരെ ബേസ് ചെയ്തിട്ട് ഓരോരോ സ്റ്റാൻഡുകളിൽ ഇറങ്ങുന്നത്. പക്ഷെ അത് തന്നെ ഒരു ടൺ കണക്കിനുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് പറയായിരുന്നു ഒരു സ്റ്റാൻഡിന് ഇന്ന പവർ. ഇപ്പൊ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ വണ്ടർ ഓഫ് യു ഒക്കെ നമ്മളിങ്ങനെ എഴുതി ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് കൊടുക്കണം. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. ജോസഫിന് കൊടുത്ത സ്റ്റാൻഡ് ആയിരുന്നു നെർഫ് ചെയ്തേ പറ്റൂ. ഞാൻ ഇവന് അതൊരു റീൽ അയച്ചു കൊടുത്തായിരുന്നു. അതായത് ജോസഫിന്റെ പാർട്ടിൽ അതേ ബുദ്ധി കീപ്പ് ചെയ്തിരുന്നെങ്കിൽ ഡിയോനെ കാലേ വരെ അടിച്ചായിരുന്നു 100%. ജോത്താരോക്ക് ആ ബുദ്ധി ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ജോത്താരോ ഭയങ്കര ജോത്താരോ മറ്റേ മാച്ചോ എനിക്ക് പലപ്പോഴും ജോത്താരന്റെ ആമേടാണക്കാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. മറ്റേ സ്ലോ മൂവിങ് ആള് ഇങ്ങനെ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷെ ജോസഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് പ്ലാനിങ് ആണ്. അവന് ഇംപ്രവൈസ് ചെയ്യാൻ അറിയാം. ജോസഫിന് നല്ല നിൽക്കുന്നവരുടെ പവർ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവനറിയാം. അവൻ മറ്റേ മുഹമ്മദ് അൽവാർ മൗദലിന്റെ പവർ ഇവൻ കറക്റ്റ് അവനെ കൊണ്ട് യൂസ് ചെയ്യിപ്പിക്കും. അത് മറ്റേ മാഗ്നറ്റിന്റെ പവറുള്ള ഒരു പെണ്ണ് വരുമല്ല, അവിടെ വരുന്ന സമയത്ത് ഇവന്മാർ രണ്ടു കൂടിയാണല്ലോ അടി കൂടുന്നത്. എന്തൊരു അടിയായിരുന്നത്. കണ്ണുങ്ങ് തള്ളി ജോയൊക്കെ പറഞ്ഞു പറഞ്ഞേ ഇരിക്കേണ്ടി വരും. എനിക്ക് ജോജോയിലെ ഇതുവരെ കണ്ടതിൽ ഏറ്റവും വലിയ മണ്ടനായിട്ട് കിട്ടുന്നത് പോൾനരിഫ. പോൾനരിഫിന് കോമഡി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വരുമ്പോഴാ പോൾനരിഫ് കക്കൂസ്. പോൾനറിഫ് എന്ന് പറഞ്ഞൊരു ഗതിയോട് പിടിച്ച വേറെ എല്ലാ ആർക്കിലും സ്കേപ്പ് ഗോട്ട് അവനാണ്. ഒന്നുകിലും ബാത്റൂം അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞാക്കി വിടും. അല്ല, ഒരു ഇതുണ്ട്, ഒരു പോസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്. മറ്റേ പടിയിൽ ചെന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട്. പടിക്ക് മുകളിലോട്ട് ദിയോ, താഴോട്ട് ദിയാവളോ. ചെകുത്തന്നെ കടലിൽ നടക്കുന്നതാണ് പോൾനറിഫ്. ഡിയോയുടെ സ്റ്റെപ്പിന്റെ സീനില്ലേ, അത് ശരിക്കും അങ്ങനെ അതൊക്കെ കൊറേ ഉണ്ട് അങ്ങനെ. അല്ല, രസകരമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. വില്ലൻസ് ആണ് എനിക്ക് ജോജോയിൽ വെച്ച് ഏറ്റവും എന്റെ ഫേവറേറ്റ് മാത്രമല്ല, ഒരു പാർട്ട് 4 അത്യാവശ്യം കൊള്ളാവുന്ന അടിപൊളിയല്ലേ ഡിയോ. ഒരു ആനിമേ ഭയങ്കര ഒരു വില്ലനാണ് ഡിയോ. അല്ല,
ദോഫ്ലമിംഗോ പോലെ തന്നെ പ്രോപ്പർലി ഈവള. അല്ല ഒരു എനിക്ക് തോന്നുന്നു ദോഫ്ലമിംഗോനെക്കാട്ടിലും ഒരു 2 പടി മേളിലാണ്. ഇങ്ങനെ ഈ മൈൻഡ് അല്ല ഇവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ റിവൻ അങ്ങേയറ്റ പ്രാന്തനാണ് ഡിയോ. ഒരു ബ്ലഡ് ലൈനിനെ ഫുള്ള് അങ്ങ് ഹേറ്റ് ചെയ്യണമെങ്കിൽ അതൊരു കാരണം ഉണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരെല്ലാക്കാളും നല്ല രീതിയിൽ ജീവിക്കണം ശരിയാവൂല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് ഇവൻ ഗ്രേറ്റ്ഫുൾ ആവേല്ലേ വേണ്ടുള്ളത്. ഇവനെ എടുത്ത് വളർത്താൻ പോകുന്നു. അവൻ ജലസ് ആയിരുന്നു. ഞാൻ ഇത്രയും ഗതികൾ പിടിച്ച് ജീവിക്കുമ്പോ അങ്ങനെ സൂചിക്കണ്ട പട്ടിയെ പിടിച്ച് ഇൻസെൻട്രേറ്ററിലിട്. പക്ഷെ സത്യം പറയല ജൊനാഥന്റെ അവിടെ ആ സ്ഥാനത്ത് ജോസഫ് ജോസർ ആയിരുന്നെങ്കിൽ അവിടെ വെച്ച് ഡിയോടെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. സ്പോട്ട് തീരുമാനമായിരുന്നു. ആനിമേ വേഴ്സിൽ വെച്ച് ഏറ്റവും കൈൻഡസ്റ്റ് ക്യാരക്ടർ, ഗോകുവിനേക്കാളും കൈൻഡസ്റ്റ് ഇന്നസെന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ജൊനാഥന. ജൊനാഥന്റെ സീനകത്തെ ഇപ്പൊ ജോസഫ് ആയിരുന്നെങ്കിൽ ഇവനെ എടുത്ത് മറ്റേ കിണറ്റിട്ട് മൂടി സ്പോട്ട് തീർന്നാനായിരുന്നു. ജൊനാഥൻ ആയതുകൊണ്ടാണ് മറ്റേ വെച്ച് അവൻ എന്താ പറയാ, അവൻ തുടക്കത്തില് മറ്റേ ഇവന്റെ തല മാത്രം വെട്ടിയിട്ട് വീടില്ലേ, അപ്പൊ അവൻ അയ്യോ മരിച്ചല്ലോ എന്ന് സാധാവൻ കാണിക്കും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് ഒരു ഈ ജോത്തറാണെങ്കിൽ ജോത്തറാണെങ്കിലും ജോത്തറോക്ക് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര കുറവായിട്ട് എനിക്ക് തോന്നി. അവൻ സൈലന്റ് ആണ്, പക്ഷെ കെയറിങ് ആണ്, നല്ല കെയറിങ്. അതൊക്കെ അമ്മയുടെ കാര്യത്തിലാണല്ലോ ഇറങ്ങുന്നത് തന്നെ. അവൻ പുറത്ത് കാണിക്കൂല എല്ലാം. നല്ലൊരു ജോബ്രായിരുന്നു. പിന്നെ ആ ഒരു കാര്യത്തില് ജോബ്രോസ് എല്ലാം അടിപൊളിയല്ലേ. മറ്റേ സ്പീഡ് വാഗൺ, സീസർ, കാക്കിയോയിൻ, ഓക്കിയാസു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഓക്കിയാസു അല്ലേ ജീവനെ രക്ഷപ്പെടുന്നത്. ആകെ ഈ ജോബ്രോ കേസിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള ഓക്കിയാസ് മാത്രം. കോമഡി എന്തെന്ന് പറഞ്ഞുതരാം. അവൻ മരിച്ച് അവൻ മറ്റേ ടണലിന്റെ അറ്റത്ത് ലൈറ്റ് കത്ത് ആ ഒരു ഇതുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോൾ അവൻ അങ്ങോട്ട് പോകുമ്പോഴാണ് അവൻ്റെ ചേട്ടൻ പറയും, നീ നിന്റെ ഇഷ്ടമുള്ളിടത്തോട്ട് പോകും, നീ വേണം എൻ്റെ അടുത്തോട്ടോ അല്ലെ കൂട്ടുകാരൻ്റെ അടുത്തോ, ശരി ചേട്ടൻ്റെ അടുത്തോട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് തിരിച്ച് ഓപ്പോസിറ്റ് നടക്കും. അത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ. പോയിന്റ് പറയാമല്ലോ, ഏറ്റവും കിടില സ്റ്റാൻഡാണ് അവൻ്റെ ഉള്ളത്. പക്ഷെ ബുദ്ധിയില്ല. OP സ്റ്റാൻഡാണ് പക്ഷെ ബുദ്ധിയില്ല. വേസ്റ്റഡ് പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് ഉണ്ടല്ലേ, ഏതില് ഇലക്ട്രിക് മാഗ്നറ്റിസം യൂസ് ചെയ്യുന്ന അവളുണ്ടല്ലോ, അവളെ എനിക്ക് ചേർത്തതുണ്ട്. അവളെ മറ്റേ OP സാധനം അവളെ ഇരിക്കുന്നത്. അവള് ചുമ്മാ വെച്ച് സംസാരിച്ചോണ്ടിരിക്കും. സ്പോട്ട് തീർന്ന് അവൻ ആ സമയത്ത് ഫുള്ള് പ്ലാൻ ചെയ്ത് ഇവളെ എന്തോ ചെയ്യണമെന്നെല്ലാം കണ്ടുപിടിച്ച് വെച്ചേക്കോ. അതാണ് പറ്റിപ്പോണത്. അങ്ങനത്തെ ഓരോരോ ഇതുണ്ട്. മറ്റേ ഇവന്റെ റിസും കിടിലാണ്. ജോസഫ് മാരക റിസാണ്. ജോസഫ് മാത്രമേ ഉള്ളൂ മറ്റേ പണി നടക്കില്ല, എന്നാ പിന്നെ ഓടിയേക്കാം. അവന്റെ ഇംഗ്ലീഷ് എന്റെ പോലെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം. വല്ലപ്പോഴൊക്കെ ഇതൊക്കെ പറയാൻ പറ്റുമോ? ആരൊക്കെയോ വീഡിയോ ഞാൻ ജോജോക്ക് 2-3 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആരും തിരിഞ്ഞു നോക്കത്തില്ല. സ്വാഭാവികം, അതാണ് പ്രശ്നം. നല്ലതാണ് തിരിഞ്ഞു നോക്കുന്നത്. ഞാൻ ഉള്ളത് പറയണമല്ലോ, ഞാൻ ഈ റെക്കമെൻഡ് ചെയ്യുന്നത് മൊത്തം ഇപ്പൊ മറ്റേ കുറച്ച് ഗേറ്റ് കീപ്പ് ചെയ്യാറുണ്ട്. കാരണം എന്റെ തന്നെ ഇതിനകത്ത് നമ്മൾ ഈ പറഞ്ഞിട്ട് പോയി കണ്ടിട്ട് തിരിച്ച് നമ്മൾ തന്നെ വന്നിട്ട് ഇത് പറയുന്നവന്മാരുണ്ട്. ഏതാ ഇതിന്റെ മറ്റേ വലിയ ക്രിറ്റിസിസം പറയുന്നവന്മാരുണ്ട്. അവര് അതിന്റെ മറ്റേ ഞാൻ മറ്റേ ഒരുത്തൻ്റെ അടുത്ത് പറയുന്നത് ഫുള്ള് അവൻ കണ്ടത് എന്തുവാണ്, അവൻ പറയുന്നത് എന്തുവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനത്തെയും കുറെ പേരുണ്ട്. എന്നിട്ട് എൻ്റെ അടുത്ത് അതാക്കി അപ്പൊ ഞാൻ അല്ലല്ലോടാ അതിനകത്ത് കാണിക്കുക. ഇവനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു തന്നെ പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ അവന് അത്യാവശ്യം ബേസിക് മനസ്സിലാവണം. ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞില്ല. ഒരു നമ്മൾ തന്നെ ഈ ഞാനും ഇവനും കൂടി ഇരുന്നിട്ട് കഴിഞ്ഞ മറ്റേ ക്രഞ്ചി റോളിന്റെ അവാർഡിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ ഫ്രീ റൺ അല്ലെങ്കിൽ ഡണ്ടൺ. അയ്യോ ഡണ്ടണൊക്കെ ഒരു സീരിയസ് ആണോ? ഇത്ര യുണീക്ക് സീരീസ് നീ വേറെ കണ്ടിട്ടുണ്ടാടേ? ഞാൻ ഈ ഫസ്റ്റ് ടൈം നല്ല സാധനങ്ങൾ നല്ലത് നായിക്ക് അറിഞ്ഞൂടാന്ന് പറഞ്ഞു.
ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, അതേപോലെയാണ് ഇത്. എടാ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമുണ്ട്. ശരിയാണ്, നല്ലത് കണ്ടിട്ട് നല്ലത് ഈ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതൊന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ചു കുറ്റം പറയാൻ കാര്യമുണ്ട്. അല്ലാതെ കിടന്നിട്ട് ഒരു ശകലം കണ്ടിട്ട് ചിലപ്പോ പോസ്റ്റർ മാത്രമേ. ഞാൻ ഈ ജോർജ് റെക്കമെൻഡ് ചെയ്തപ്പോഴല്ലേ എനിക്ക് DM വന്നായിരുന്നു, നീ ഗേ ആണെന്ന് ചോദിച്ചോണ്ട്. അങ്ങനത്തെ ടീമുണ്ട്. അത്രക്ക് അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ട്. സ്വാഭാവികം. പക്ഷെ ഞാൻ ഇവിടെ ജോജോ പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാരണം കുറച്ച് പേര് കണ്ട് എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ജോജോ കണ്ടവരൊന്നും മോശം അഭിപ്രായം പറഞ്ഞായിട്ട് എനിക്ക് മോശം പറഞ്ഞിട്ട് ഇഷ്ടമല്ലാന്ന് ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. കണ്ടവരെല്ലാരും വൺ പീസ് കണ്ട് കുറച്ച് കണ്ടിട്ട് കൊള്ളത്തില്ലെന്ന് പറയുള്ളൂ, അല്ലാതെ കംപ്ലീറ്റ് പറയൂല. പറഞ്ഞവരുണ്ട് കേട്ടോ, ഫുള്ള് കണ്ടിട്ട് പറഞ്ഞാ വൺ പീസ് മൊത്തം കണ്ടിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ ആരെയും കണ്ടിട്ടില്ല അങ്ങനെ. കുറച്ച് കണ്ടിട്ട് ഇപ്പൊ ഒരു 50 ചിലർ മറ്റേ വൺ പീസ് കൊള്ളത്തില്ല അങ്ങനെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ കണ്ടാണോ? ഞാൻ 56ാമത്തെ എപ്പിസോഡ് വരെ കണ്ടത്. അല്ല, ഞാൻ റീസെന്റ് ഇട്ട റീലിനകത്തൊരു കമന്റ് വന്നിട്ടുണ്ട്, ഇത്രയും 1000ഓളം എപ്പിസോഡിനെക്കാട്ടും നല്ലത് 2 സീസണുള്ള സീരീസ് ആണെന്ന് പറഞ്ഞു. അത്രയും കണ്ടവരല്ല ഈ പറയുന്നത്. ഈ 1000ഓളം എപ്പിസോഡ് കണ്ടിട്ടല്ല അവർ ഈ പറയുന്നത്. അങ്ങനത്തെ ടീംസും ഉണ്ട്. എപ്പിസോഡുകളും നല്ലതാണ്, പക്ഷെ അത് ഉണ്ടാക്കി കാലഘട്ടം വേറെ ആയിരുന്നു. അത് മനസ്സിലാക്കത്തില്ല. കാലഘട്ടത്തുള്ള രീതിയിലാണ് അവര് ചെയ്തത്. അല്ല, ഞാൻ ഇപ്പൊ പറയുന്നവരല്ലേ ഡീമൺ സ്ലേയർ ഇതൊക്കെ കണ്ടിട്ട് നേരെ ഇതിലായിട്ട് കയറും. അയ്യേ ഇതിൻ്റെതാണ് ഫസ്റ്റ് തന്നെ അങ്ങോട്ട് തട്ടി മാറ്റും, എന്നിട്ട് കിടന്ന് കുറ്റം പറയും. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാണുമ്പോ പയ്യെ കഴിഞ്ഞിട്ടേ ഇതങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഈ പറഞ്ഞ ആനിമേഷൻ. ഡീമൺ സ്ലേയർ ചിലപ്പോൾ അടുത്ത നേരെ വൺ പീസിലോട്ടായിരിക്കും കയറുന്നത്. അല്ല, ഞാനിപ്പോ റെക്കമെൻഡ് ചെയ്താ ഓൾഡ് അനിമീസ് റെക്കമെൻഡ് ചെയ്യാറുള്ളൂ ഫസ്റ്റ് ടൈം. പുതിയതായിട്ട് ഒരു ഓൾഡർ കുറച്ച് നല്ല ഇഷ്ടമുള്ള ആനിമേസ് ഉണ്ട്, അത് നമ്മളൊന്ന് എല്ലാവരുടെ അടുത്തും എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യുന്നത് ഓരോരുത്തർ ഓരോ ആനിമ റെക്കമെൻഡ് ചെയ്തോണ്ടാവട്ടെ. ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ഒന്നുമില്ല, റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. എന്തായാലും റെക്കമെൻഡ് പലയിടത്തും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ പഴയ പോഡ്കാസ്റ്റ് ഇറ്റ് വാസ് എ ഷോർട്ട് വീഡിയോ. അതായത് എക്സ്ട്രാ കോമിക് നമ്മളെ കൂടെ വന്നതിൻ്റെയും അതുപോലെ തന്നെ ഒരു ഇൻട്രഡക്ടറി വീഡിയോ പോലെ ചെയ്തതാണ്. സോ ഇതുവരെ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ വാട്ട് എവർ വി ഹാവ് ടോക്ക് ടിൽ നൗ, അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ അനിമ കാണാത്തവരാണ് ബൈ ചാൻസ് നിങ്ങളുടെ മുമ്പിൽ ഈ സാധനം വരുവാണെങ്കിൽ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുമ്പായ കുമ്പൂച്ച മേടിക്കുക, കുടിക്കുക. പിന്നെ ചില പ്രത്യേകതരം വെള്ളം കുടിക്കുന്നവരാണ് അവർക്ക് ഉപയോഗിക്കാം, പക്ഷെ ഞങ്ങളത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതെ, അടുത്ത ദിവസം രാവിലെ തലവേദനയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിന്നെ മെസ്സേജ് അയക്കരുത്. പിന്നെ എന്തായാലും ഇതുവരെ വീഡിയോ കണ്ടവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഡൗൺ ചെയ്യുക. ആൻഡ് ഡു ചെക്കൗട്ട് എക്സ്ട്രാ കോമിക്. അതിന് യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഉള്ളതാണ്. പിന്നെ ഞങ്ങളുടെ പരിപാടിയൊക്കെ അറിയാമല്ലോ, ലൈക്ക്, ഷെയർ, കമൻറ്റ്, പിന്നെ സബ്സ്ക്രൈബ് ഉണ്ട്. വാട്സപ്പ് കമ്മ്യൂണിറ്റി ചേരേണ്ടവർ മെസ്സേജ് ചെയ്യുക. ലിങ്ക് ഇടുന്നില്ല, ലിങ്ക് ഇട്ടിട്ട് ഞങ്ങൾക്ക് പണി കിട്ടിയതുകൊണ്ട് വേണ്ടവർ ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങൾക്ക് DM ചെയ്യുക. അതെ, എന്നിട്ട് ഞങ്ങൾ ലിങ്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ടവർക്ക് നന്ദി. കിക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ അഡ്മിൻ ഇരുത്തി. അതെ, അപ്പോൾ ഓക്കെ, ബൈ.